ഇടയ്ക്കിടയ്ക്ക് എന്തെങ്കിലുമൊക്കെ വാങ്ങാൻ തോന്നുമ്പോഴേ ഇവിടേക്ക് പോര്. അമ്മയൊക്കെ വരുന്ന ടെക്സ്റ്റൈൽസാ ഇത്. പക്ഷേ ഞാൻ ഇനി ഇവിടെ ഉണ്ടെന്നറിഞ്ഞാലേ അവരാരും ഇനി ഇങ്ങോട്ട് വരാൻ പോകുന്നില്ല. എത്രയെണ്ണം എടുക്കണേ എടുത്തി? ഒരു 6-7 എണ്ണം എടുത്തോ. മകരമാസത്തിലെ കണ്ണിട്ട മല ചവിട്ടുന്നുള്ളൂ. അതുവരെ മാറി കൊടുക്കാനുള്ളത് വേണം. ദേ ഇത് നല്ലല്ലേ, ഇതെടുക്കട്ടെ. ഇത് നല്ലതാ, പുതിയ ഫാഷനാ. എടുക്കല്ലേ? ഏട്ടത്തിക്ക് സെറ്റ് സാരി ഒന്നും വേണ്ടേ? വേണം. 1-2 എണ്ണം എടുക്കട്ടെ മാഡം? എടുത്തോ. എന്നാലേ എടുത്തു വാ. നീ ജോയിൻ ചെയ്ത ദിവസം നല്ല ദിവസാ. ഞാനിതൊക്കെ ബില്ലിംഗ് സെക്ഷനിൽ കൊടുത്തിട്ട് വരാം. എടുത്തു വാ. ഏട്ടത്തി വന്നത് തന്നെ വലിയ ഐശ്വര്യ. അവനിപ്പോ ജോലിക്കൊന്നും പോകുന്നില്ലല്ലേ? എന്തൊക്കെയോ ജോലി അന്വേഷിച്ച് നടക്കുന്നുണ്ട്. ഭാര്യയുടെ ചെലവിൽ കഴിയാൻ ഇഷ്ടപ്പെടുന്ന ചില ആണുങ്ങളുണ്ട്. ആ കൂട്ടത്തിൽ ഒരുത്തന അവനും. എന്റെ ഏട്ടത്തി, സാഗറേട്ടനെ വെറുതെ കുറ്റപ്പെടുത്തരുത്. അങ്ങേരുടെ മനസ്സെന്താണെന്ന് എനിക്കറിയാം. ഏട്ടത്തി പരിചയപ്പെട്ടപ്പോഴുള്ള സാഗറേട്ടനല്ല ഇപ്പോ ഉള്ളത്. അന്ന് മേഘൻ സാഗറേട്ടനെ കൂലിക്കെടുത്തായിരുന്നു. ഇന്ന് അന്നത്തെ സംഭവത്തിന് ശേഷം ആളാകെ മാറി. ശരി ശരി, അവനെക്കുറിച്ച് കൂടുതലൊന്നും പറയണ്ട. അവൻ കാരണം നിനക്ക് ഈ ഗതി വന്നല്ലോ. എടുത്തു വാ. എടുത്ത് ഇവിടെയാണേ. ഇത് നോക്കേ, നല്ലതല്ലേ? പുതിയ ഫാഷനാ. എല്ലാം വാങ്ങിയോ? വാങ്ങി. എന്താ തന്റെ മുഖത്തൊരു വിഷമം പോലെ? കണ്ണ് നിറഞ്ഞിട്ടുണ്ടല്ലോ. കണ്ണ് നിറയുന്നൊരു കാഴ്ച അവിടെ കണ്ടു. ഇവിടെ സെയിൽസ് ഗേളായിട്ട് ഒരാൾ കയറിയിട്ടുണ്ട്. വേറെ ആരുമല്ല, മഞ്ജുവാ. മഞ്ജു? അതെ, സാഗറിന്റെ ജോലിയൊക്കെ പോയല്ലോ. അതുകൊണ്ടായിരിക്കും അവള് കുറച്ച് കഷ്ടപ്പെടണമെന്ന് തീരുമാനിച്ചത്. അവളുമായിട്ട് സംസാരിച്ചോ? സംസാരിച്ചു. വെറുതെ വീട്ടിൽ നിൽക്കണ്ടെന്ന് കരുതി വന്നതാണെന്നാ പറഞ്ഞത്. പക്ഷെ സത്യം നമുക്കറിയാലോ. താൻ കേറ്. അതെ, കണ്ണേട്ടൻ പോയെന്ന് കാണുന്നോ? എന്തിനാ ഞാൻ കാണുന്നേ? കണ്ണേട്ടനെ കാണുന്നുണ്ട് അവക്ക്. പക്ഷെ ഫേസ് ചെയ്യാൻ മടി കാണും. മടിക്കണമല്ലോ, തന്നിഷ്ടത്തിനല്ലേ ഓരോരോ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നേ. ഈ ടെക്സ്റ്റൈൽസിലല്ലേ അവളുടെ അമ്മയൊക്കെ പർച്ചേസിന് വരുന്നത്. അതെ. ഇനി അവര് വരുമ്പോ മകൾ അവർക്ക് വേണ്ടി ഡ്രസ്സ് സെലക്ട് ചെയ്ത് കൊടുക്കട്ടെ. പിന്നൊരു കാര്യമുണ്ട്, അവളെ കണ്ടു കഴിഞ്ഞാലേ പിന്നെ അവരാരും ഇവിടുന്ന് ഒന്നും വാങ്ങാൻ വേണ്ടി വരില്ല. അവളിവിടെ ഉള്ളതുകൊണ്ട് നമുക്കിടയ്ക്ക് ഇവിടെ വന്ന് ഡ്രസ്സ് എടുക്കണം കണ്ണേട്ടാ. അവളുടെ കെയർ ഓഫിൽ നമ്മൾ വരുമ്പോ അത് അവക്കാണല്ലോ ഗുണം കിട്ടുന്നത്.